എൻ്റെ വിയറ്റ്നാം സമ്പിൻ്റെ പ്ലാന്റാണത്. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ നല്ലോണം ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ്. പച്ചയിലും മധുരമുള്ള ടൈപ്പാണ്. ചെറിയൊരു മധുരമുള്ളൂ, അധികം മധുരമൊന്നും പറയാൻ പറ്റില്ല. ഇത് ബഡ് ചെയ്ത പ്ലാന്റാണ്. ഞാൻ ഫുൾ ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത്. ഇതെൻ്റെ വിയറ്റ്നാം സമ്പിൻ്റെ പ്ലാന്റാണ്. ഒരു ഫുൾ ഡ്രമ്മിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവ നിറയെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഫുള്ള് പറിച്ച് കഴിഞ്ഞു. ഇനി 4 ബാക്കിയുണ്ട്. ഇത് ഞാൻ കുറച്ച് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ്. ഇതേപോലെ നിറയെ ഫ്രൂട്ട് ഉണ്ടാവും ഇതിൽ. പച്ചയിൽ മധുരമുള്ള ടൈപ്പ് മുസമ്പിയാണ്. പച്ചയിൽ മധുരം പറഞ്ഞാൽ ഓവറായിട്ട് മധുരമൊന്നുമില്ല, പുളിയില്ല, അത്രേ ഉള്ളൂ. ചെറിയൊരു മധുരം ഉണ്ടാവും. പഴുത്താലും ഇതേപോലെ തന്നെ ചെറിയൊരു മധുരമുള്ളൂ, ഓവറായിട്ട് മധുരമൊന്നും പറയാനില്ല. ഇതിമുള്ള ഏകദേശം ഒരു 30ന് മുകളിൽ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് കുറച്ച് കഴിഞ്ഞാണ്. ഇത് ഓൾ സീസണാണ്, എപ്പോഴും എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഫ്രൂട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഫ്ലവർ വന്ന് അതിൻ്റെ ശേഷം ഉണ്ടായതാണ് ഈ ഫ്രൂട്ടുകളൊക്കെ. വിയറ്റ്നാം മുസമ്പി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുസമ്പിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റും, ചട്ടിയിലൊക്കെ നടാൻ പറ്റിയ നല്ല ടൈപ്പ് മുസമ്പിയാണ്. ഇതിനെ ബഡ് ചെയ്ത തൈകൾ വാങ്ങിയാൽ മതി. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ നല്ലോണം ഉണ്ടാവും. ഒരു 20 ഇഞ്ചിൻ്റെ പോട്ടൊക്കെ മതി. ഞാനത് വലിയ ഫുൾ ഡ്രമ്മിലാണ് നട്ടിട്ടുണ്ട്. ഞാനത് മലപ്പുറം റെസീൻ എക്സോട്ടിക്സ് പറഞ്ഞൊരു നഴ്സറിണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്. ഇത് ഞാൻ അതേപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു. ഇനി ഒന്നുകൂടി പ്രൂൺ ചെയ്യാണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാണ്ട്. ഇതിൻ്റെ ആപ്പിൾ ചെറീൻ്റെ പ്ലാന്റാണ്. 20 ഇഞ്ചിൻ്റെ പോട്ടാണത്. ഇതിപ്പോൾ നിറയെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഷേപ്പ് ചെയ്ത് നിർത്തിയതാണ്, കട്ട് ചെയ്തിട്ട്. ഇതിലും ഫ്രൂട്ട് ഉണ്ടായിരുന്നു ആദ്യം, അപ്പോൾ അടുത്തത് വരുന്നുണ്ട്. വിയറ്റ്നാം മുസമ്പി വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു ചട്ടിയിലൊക്കെ വെച്ചാൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ട്.